ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2027 സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് കിട്ടിയ ഏണിങ്സിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ചാണ്. ഓണത്തിൻ്റെ പ്രത്യേകത ഞാനായിട്ട് എടുത്തു പറയേണ്ടല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ബൃഹത്തായ സെലിബ്രേഷനാണ്. സോ അപ്പോൾ മറ്റുള്ള കൂടുതൽ കേരളത്തിൽ പല കാര്യങ്ങൾക്കും ബിസിനസ്സുകളിലും വലിയൊരു ബൂം ഉണ്ടാകുന്ന ഒരു മാസം കൂടെ ആയിരിക്കും. ആൾക്കാർ അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അത്രത്തോളം സ്പെൻഡിങ് ഹാബിറ്റും പൊതുവെ കൂടും. അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് സെക്ടറിനെ സംബന്ധിച്ചോളം അവർക്ക് കൂടുതൽ ഷിപ്മെൻറ്റും വോളിയും എല്ലാം ഒരു പൊതുവെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു മാസം കൂടാണ് സെപ്റ്റംബർ, അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഫെസ്റ്റിവൽ സീസൺ. ഓണം കഴിഞ്ഞാൽ അടുത്ത ക്രിസ്മസ്, പിന്നെ വിഷു, പെരുന്നാൾ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓണത്തിൻ്റെ മാസം എന്ന് വെച്ചാൽ നമ്മൾക്ക് എത്രത്തോളം പേയ്മെൻറ്റ് കിട്ടി എന്ന്, എത്രത്തോളം വോളി നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നോക്കാം. 24 ജൂൺ മാസം സെപ്റ്റംബർ ഏകദേശം നമ്മൾ 1227 ഷിപ്മെൻറ്റ് ഡെലിവർ ചെയ്തോളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 27,575 രൂപ കിട്ടി. ടോട്ടൽ നോക്കുമ്പം ഓവറോൾ നല്ലൊരു പെർഫോമൻസ് കിട്ടാറുണ്ട്. കാരണം ഡെയിലി നിയറസ്റ്റ് 1000 ആയിരുന്നു. ഓഗസ്റ്റ് മാസം സംബന്ധിച്ച് കൂടുതലും ആവറേജ് നോക്കുമ്പോൾ നിയറസ്റ്റ് 1000 ആണ്. പ്ലസ് ഇതിനകത്ത് ഒരു ബൂം ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് 53 ഷിപ്മെൻറ്റ് ഡെലിവർ ചെയ്തപ്പോൾ നമുക്ക് 2247 രൂപയോളം കിട്ടി. ഇത് 1150 നമ്മൾ കഴിഞ്ഞ ദിവസം റൺ ഷീറ്റ് ക്ലോസ് ചെയ്യാത്തതുകൊണ്ട്, എന്നിട്ട് 20 സെപ്റ്റംബർ ക്ലോസ് ചെയ്യാത്തതുകൊണ്ടാണ് അത്രയും രൂപ കിട്ടിയത്. പക്ഷേ എന്നാലും അവരൊരു യാതൊരുവിധ ഫൈൻ കട്ടിങ്ങോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഫുൾ എമൗണ്ട് ക്രെഡിറ്റ് ആക്കി തരും, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആയിട്ട് പോലും. അതാണ് ഷാഡോഫാക്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി. അതാണ് എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആക്കുന്നത്. കാരണം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായാലും അവർ നമ്മളെ ഉടനെ ബലിയുടെ ആക്കത്തില്ല. അതായത് ഞാൻ മറ്റു പലയിടത്തും ഇങ്ങനെ ഈ ജോബ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. അവിടെയൊക്കെയാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ നിന്നായിരിക്കും എമൗണ്ടും ഫൈനും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഡക്ഷനും എല്ലാം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് 27,575 1227 ഓർഡർ ചെയ്തപ്പം കിട്ടി. അതുപോലെ ഷാഡോഫാക്സ് മാനേജ്മെൻറ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞാൽ എന്നെ കാണിക്കാൻ പറ്റിയ ഒരിതാണ്. ഓണത്തിന് നമുക്ക് കിട്ടിയൊരു ബോണസിൻ്റെ അളവാണ്. ഏകദേശം നമ്മൾ 44 ഓർഡർ ചെയ്തതിൻ്റെ അന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3,876 രൂപ. പക്ഷേ ടോട്ടൽ 3,877 നമ്മൾ കൊടുത്ത ഡെലിവറിയുടെ അല്ല, 3000 രൂപകൾ ഏകദേശം നമുക്ക് ബോണസാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ജസ്റ്റ് റൈഡറിങ് ആണ്. നമുക്ക് റൈഡ് ചെയ്യുന്ന പീസ് റേറ്റ് കൂടാതെ അവരുടെ മാനേജ്മെൻറ്റ് ടീം നമുക്ക് ഏകദേശം 3000 രൂപ നമ്മൾ ചെയ്തതിൻ്റെയാണ്. ഓർഡർ പേ ആണ് 939 വരുന്നത്. ബാക്കി ഇത്ര എമൗണ്ട് അറൗണ്ട് 3000 അടുപ്പിച്ചുള്ള എമൗണ്ട് നമുക്ക് അവർ ഇൻസെൻറ്റീവായിട്ട് തന്നെ നമ്മൾ ഓണത്തിൻ്റെ ആ ടൈമിൽ ചെയ്ത, ഓണത്തിൻ്റെ ടൈമിൽ നിയറസ്റ്റ് ആയിട്ട് ചെയ്ത ഡേറ്റ് 28 ഓഗസ്റ്റ് മുതൽ 7 സെപ്റ്റംബർ വരെ നമ്മൾ ചെയ്തതിന് നമ്മൾ എത്ര വോളിയം ചെയ്തു അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണക്കാക്കി അവർ നമുക്ക് ഇൻസെൻറ്റീവ് ബോണസായിട്ട് തന്നിട്ടുണ്ട്. ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ 3000 രൂപ നമുക്ക് ഒപ്പിക്കണമെങ്കിൽ അറിയാം എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം ഷിപ്പിന് ഡെലിവറി ചെയ്യണമെന്ന്. അതൊന്നും പോലെ നമ്മൾ നോർമലി ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അവർ ഇത്രയും രൂപ എനിക്ക് മാത്രമല്ല എല്ലാ റൈഡർമാർക്കും അവർ ചെയ്ത വോളത്തിനനുസരിച്ച് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓഫീസിൽ ഏകദേശം കൂടുതൽ കിട്ടിയത് എനിക്കാണ്. ഏകദേശം നിയറസ്റ്റ് 3000 മൊത്തത്തിൽ ആ ഓർഡർ ടു പേയും കൂടെ കൂട്ടുമ്പോൾ 4000 രൂപയോളം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളത്രയും പിൻകോഡാണ് ഒരു ദിവസം കവർ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതാണ് ഈ ക്വാളിറ്റി, ഒരു മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി കാണാം. ഓണത്തിന് മൊത്തത്തിൽ വെക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ബോണസ് ഉൾപ്പെടെ 27,575 നല്ലൊരു മാസമായിരുന്നു. നല്ലതെന്ന് വെച്ചാൽ നല്ലൊരു മാസം. കയറി കഴിഞ്ഞ് ഒരു 4ാമത്തെ മാസം തന്നെ അടിപൊളിയായിട്ടൊരു ഏണിങ് കിട്ടി. എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആക്കി. ഓക്കെ ഗൈസ്, ബൈ.